നമസ്കാരം. എൻ്റെ പേര് ഷീന ജോണി. ഏവർക്കും ക്രിസ്തുമസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് എന്നാൽ വെറും ഒരു ആഘോഷം മാത്രമല്ല, വലിയൊരു അനുഭവവും അനുഭൂതിയുമാണ്. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ കവാടം തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തുമസ് ഇതാ ആഗതമായിരിക്കുകയാണ്. നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശവിധാനത്തിൻ കീഴിൽ കുളിരാർന്ന പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കാം. രാജാതിരാജനായ ഈശോ എളിയവനിൽ എളിയവനായി ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നത് മനുഷ്യജനതയ്ക്ക് വേണ്ടിയാണ്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിച്ച് നമുക്ക് അപ്പമായി തീർന്നവനാണ് ക്രിസ്തുനാഥൻ. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് എളിയവരിൽ എളിയവരായി ജീവിക്കുവാനാണ് പുൽക്കൂട്ടിലെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ നാനാജാതി മതസ്ഥർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. നക്ഷത്രദീപങ്ങളും പുൽക്കൂടുകളും ഒരുക്കി സമ്മാനപ്പൊതികളുമായി വരുന്ന സാന്താക്ലോസിനെ എതിരേറ്റ് ക്രിസ്തുമസ് കരോളിൽ ആടിയും പാടിയുമാണ് ക്രിസ്തുനാഥനെ നാം വരവേൽക്കുന്നത്. സുഹൃത ജപങ്ങളാലും വിശുദ്ധ കുർബാനകളാലും കാരുണ്യ പ്രവൃത്തികളാലും ക്രിസ്തുമസ് ഒരുക്കങ്ങൾ നമുക്ക് ധന്യമാക്കാം. ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല. ഈ വേളയിലും ഒന്നിനും സാധ്യതയില്ലാതെ ഒന്നും സാധിക്കാതെയുള്ള മനുഷ്യജന്മങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന യേശുവാക്യം: നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. നമ്മുടെ അധ്വാന ഫലവും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാം. ദുഃഖത്തിലാണ്ടവർക്കും മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്കും ഏകാന്തതയുടെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവർക്കും പ്രത്യാശയുടെ പൊൻവെട്ടം ഉണ്ടെന്നാണ് ഓരോ ക്രിസ്തുമസ് രാവും നമ്മോട് പറയുന്നത്. ക്രിസ്തുമസ് ആഘോഷിക്കുക മാത്രമല്ല, പങ്കുവയ്ക്കുക കൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് നന്മയും സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവുമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളിൽ ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സന്ദേശമാണ് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഉദ്ഘോഷിക്കുന്നത്. രൂപം കൊണ്ട് ജനിക്കാൻ അവസരം നഷ്ടപ്പെടുന്ന ശിശുക്കളെയും നഷ്ടപ്പെടുത്തുന്ന മാതാപിതാക്കളെയും നമ്മുടെ ചിന്താധാരയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഭൂമിയിൽ അവിരാമ മനുഷ്യപ്പിറവികൾ സംഭവിക്കട്ടെ, ഓരോ പിറവിയും തിരുപ്പിറവികളാകട്ടെ. അന്ന് മാലാഖമാർ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനവും സന്തോഷവും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. സമാധാനവും സന്തോഷവും നല്ല മനസ്സുള്ളവർക്കുള്ളതാണ്. നമുക്കും നല്ല മനസ്സിൻ ഉടമകളാകാം. നമ്മളിലെ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാം. വികസനത്തിൻ്റെ ചിറകിലേറി പായുമ്പോഴും യേശുവിനെ സന്ദർശിച്ച പൂജ രാജാക്കന്മാരുടെ വഴികാട്ടിയായ വാൽ നക്ഷത്രത്തെ പോലെ നമുക്കും വെളിച്ചമേകുന്ന വഴികാട്ടികളാകാം. ദൈവഹിതം നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നന്മയുള്ള അമ്മമാരാകാൻ നമുക്കും പരിശ്രമിക്കാം. സ്നേഹത്യാഗ പ്രവൃത്തികളുടെ 25 ദിനരാത്രങ്ങൾക്കൊടുവിൽ ദിവ്യരക്ഷകനെ ദർശിച്ചു നിൽക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.